നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനന്റെ മണ്ണിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് നടത്തപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇസ്രായേൽ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശമായ ദഹിയയിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ പ്രൊഡക്ഷൻ കേന്ദ്രമെന്ന് ഇസ്രായേൽ പറയുന്ന ആ പ്രദേശത്ത് ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം നടക്കുകയുണ്ടായി. ഇസ്രായേൽ ഇതിനെ പറ്റി പറയുന്നത് ഇവിടെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് രഹസ്യമായ രീതിയിൽ വളരെ ഇന്റൻസീവ്ലി ഈ സിവിലിയൻസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലത്ത് ആ സിവിലിയൻസിനെ മറയാക്കിക്കൊണ്ട് ഹിസ്ബുള്ള വീണ്ടും ആയുധ നിർമ്മാണം നടത്തുന്നു എന്നുള്ളത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു ആക്രമണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വാദം. ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം അതിശക്തമായ പൊട്ടിത്തെറിയും ശക്തമായ രീതിയിലുള്ള പുകപടലങ്ങൾ ആകാശത്തിൽ പടരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. പരിഭ്രാന്തരായ ജനം ഓടി രക്ഷപ്പെടുന്നതായിട്ടും വലിയ രീതിയിലുള്ള ഒരു പാനിക് അന്തരീക്ഷം ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്ത് അതിശക്തമായ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുവാൻ കാരണമായ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇസ്രായേൽ ഏകദേശം ഇവാക്യുവേഷൻ മുന്നറിയിപ്പ് കൊടുത്ത് ഏകദേശം 90 മിനിറ്റുകൾക്ക് ശേഷമാണ് ആ സ്ഥലത്ത് ഇത്തരം രീതിയിലുള്ള വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഒന്നിലേറെ തവണ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. എന്നാൽ ലബനീസ് സർക്കാർ പറയുന്നത് ലബനീസ് ആർമി ആ പ്രദേശം ഇൻസ്പെക്ട് ചെയ്തു, പക്ഷെ ഇസ്രായേൽ പറയുന്നത് പോലെയുള്ള രീതിയിലുള്ള യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലബനീസ് ആർമി പറയുന്നത് ഈ ഇവാക്വേഷൻ വാണിംഗ് ഇസ്രായേൽ കൊടുത്തത് കൊണ്ട് തങ്ങൾക്ക് വീണ്ടും ആ മേഖലയിൽ പോയി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നടത്തിയത് സീസ് ഫയർ ലംഘനമാണെന്നുള്ളതാണ് ഇപ്പോൾ ലെബനീസ് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം കൊണ്ട് മാത്രം അത്ര വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ആ മേഖലയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. ഇവിടെ ലബനീസ് ആർമിയുമായിട്ടുള്ള കരാറാണ് 2024 നവംബർ മാസത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സീസ് ഫയർ. ആ സീസ് ഫയർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ലബനീസ് ഔദ്യോഗിക വൃത്തം അല്ലെങ്കിൽ ലബനീസ് ഗവൺമെന്റും ഇസ്രായേലും തമ്മിലാണ് സീസ് ഫയർ കൊണ്ടുവന്നത്. ആ സീസ് ഫയറിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ യാതൊരു വിധത്തിലുള്ള ഇൻസ്റ്റലേഷൻസോ അല്ലെങ്കിൽ ആർമി പ്രസൻസോ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഹിസ്ബുള്ളയും അതിന്റെ കോമ്രേഡ്സുകളും അവരുടേതായിട്ടുള്ള മിലിറ്റൻസും ലിറ്റാനി നദിയുടെ വടക്കൻ ഭാഗത്തേക്ക് മാറിപ്പോകണം എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ആംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ലിറ്റാനി നദിക്ക് തെക്ക് ഭാഗത്തോ ഉണ്ടാകരുത്. അത് ലബനീസ് സർക്കാർ അല്ലെങ്കിൽ ലബനീസ് ആർമി തന്നെ അവരെ ഡിസാം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇസ്രായേലും ലബനനും തമ്മിലുള്ള ഈ കരാറിനകത്ത് പറഞ്ഞിരുന്ന കാര്യം. എന്നാൽ ഇരുപക്ഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പഴിചാരുകയാണ്. ഇസ്രായേൽ പറയുന്നു 2024 കരാറിന് ശേഷം ലെബനന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഹിസ്ബുള്ള ചെയ്യുന്നത് പോലെ തന്നെ ഹിസ്ബുള്ള കൈ കഴുകുകയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും. എന്നാൽ ഇത്തരം രീതിയിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ കടന്നു വരുമ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമണങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതും ഈ പ്രത്യാക്രമണങ്ങൾ പലപ്പോഴും ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുന്നതും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുമാണ്. ഇതിനെതിരെ ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേൽ സീസ് ഫയർ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു നടപടിക്രമത്തിൽ വളരെ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ലബനീസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രസിഡന്റ് ജോസഫ് ഔൺ പറയുന്നു, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നവാഫ് സലാമും സീസ് ഫയർ എഗ്രിമെന്റ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പക്ഷവും ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇത് റീസെന്റ് ആയിട്ടുള്ള ഈ കാലയളവിൽ ഇസ്രായേലും അതേപോലെ തന്നെ ലെബനീസ് സർക്കാരും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം മുസ്ലിങ്ങളുടെ ഫെസ്റ്റിവൽ ഡേ ആണ് ഈദ് അൽ അദ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം പേടിച്ച് അവർ ഓടുന്നതും വലിയ പാനിക് അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. റോഡുകൾ മുഴുവനും ബ്ലോക്ക് ആവുന്നു. വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവര് ഓടി തങ്ങളുടെ റിലേറ്റീവ്സിന്റെയും അതേപോലെ തന്നെ ഈ നഗരമൊക്കെ വിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള രീതിയിലുള്ള വലിയൊരു പാനിക് അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ശക്തമായി പറയുന്നുണ്ട്, ലബനീസ് സർക്കാരും ഹിസ്ബുള്ളയും വീണ്ടും ഒന്നിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടുന്ന ഒത്താശ ഇപ്പോൾ ലബനീസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള തരത്തിലും ഹിസ്ബുള്ള ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള ആയുധ നിർമ്മാണങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശ്രദ്ധയിൽ അത് പെട്ടുകഴിഞ്ഞാൽ അതിനെ ശക്തമായ രീതിയിൽ തകർക്കും എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയിലൂടെ അവർ വിളിച്ചു പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇസ്രായേലിന്റെ ആരോപണങ്ങളെ ഏകദേശം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ്. ജനവാസ മേഖലയിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനെതിരെ സൈനിക നടപടികൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആയുധ നിർമ്മാണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് ഇസ്രായേൽ തകർത്തിപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. ഇസ്രായേലും ലബനീസ് സർക്കാരും തമ്മിലുള്ള സീസ് ഫയർ വന്നതിന് ശേഷം ഇത് 4ാമത്തെ തവണയാണ് ഇപ്പോൾ ദഹിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 3 പ്രാവശ്യവും ദഹിയ എന്ന് പറയുന്ന ആ പ്രാന്ത പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. ഇതിനെതിരെ സ്ട്രൈക്ക് ചെയ്തതാണ് ദഹിയൽ. ഇതിപ്പോൾ 4ാമത്തെ തവണ ഡ്രോൺ ഉൽപാദന കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതിനെതിരെ UN ഒരു ലബനീസ് കോർഡിനേറ്റർ തൻ എക്സിൽ കുറിച്ചിരിക്കുകയാണ്, ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉളവാക്കുന്ന ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം അടക്കം ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ കണ്ടം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, പലപ്പോഴും ഇസ്രായേൽ ലബനനുള്ളിൽ ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് UN നേതാക്കന്മാരും UN ഒഫീഷ്യൽസും രംഗത്ത് വരുന്നു. ഈ UN വലിയ ശക്തമായ രീതിയിലുള്ള ഒരു തീവ്രവാദ ബന്ധത്തെയും കൂടിയാണ് ഇത് നമ്മളെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. UN കൈകൾ ശുദ്ധമല്ല എന്നുള്ളത് പലപ്പോഴും ഗാസയ്ക്കുള്ളിലും ലെബനനുള്ളിലും ഇസ്രായേലിന്റെ സുരക്ഷാ സംബന്ധമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് ഇത്തരം രീതിയിൽ UN പ്രസ്താവനകൾ വരാറുണ്ട്. അല്ലെങ്കിൽ UN ഒഫീഷ്യൽസ് രംഗത്ത് വരുന്നത് പലപ്പോഴും നീതിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. എന്നാൽ തീവ്രവാദി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഹാനി വരുത്തുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇവരാരും വാ തുറന്നൊന്നും പറയത്തില്ല എന്നുള്ളതും വളരെ കഷ്ടം പിടിച്ച കാര്യം തന്നെയാണ്. ഇത് പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു വാർത്തയോ അല്ലെങ്കിൽ പക്ഷം ചേർന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായമോ അല്ല, സത്യസന്ധമായ നിരൂപണമാണ്. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള കരാറിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് ലെബനീസ് സർക്കാർ പോലും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ അതിനെ കണ്ടം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ലെബനന്റെ ഭരണ സംവിധാനം തന്നെയാണ്. ലെബനന്റെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും എല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇസ്രായേൽ സീസ് ഫയർ വയലേഷൻ, ആ എഗ്രിമെന്റ് വയലേഷൻ ചെയ്തിരിക്കുന്നു എന്ന്. എന്നാൽ നേരത്തെ ലെബനന്റെ ഭാഗത്തുനിന്ന് റോക്കറ്റ് ഇസ്രായേലിന് നേരെ വന്നപ്പോൾ ഇവരാരും വാതുറന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതും ഇവരുടെ ഇരട്ടത്താപ്പ് നയത്തെയാണ് തുറന്നു കാട്ടുന്നത്. നഗ്നമായ സീസ് ഫയർ എഗ്രിമെന്റ് വയലേഷൻ എന്നുള്ള ഒരു പദമാണ് ഇപ്പോൾ ഇവരെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ലെബനന്റെ ചുറ്റുമുള്ള 5 മലകളിൽ സദാ വിജിലന്റ് ആയിട്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഏത് തരം ആക്രമണം വന്നാലും അതിനൊരു പ്രത്യാക്രമണം നൽകുവാൻ തക്ക വിധം
ആയുധ സജ്ജീകരണങ്ങളാൽ ശക്തമായ നിലയിൽ അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ നിരീക്ഷണം എപ്പോഴും ഈ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചുണ്ടാവും. പലപ്പോഴും തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ബെയ്റൂട്ടും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളും. നമുക്കറിയാം, കഴിഞ്ഞ 2023 ശേഷം ഇസ്രായേൽ നിരന്തരമായ ആക്രമണം നടത്തിയ ഒരു പ്രദേശമാണ് ഈ ബെയ്റൂട്ട് എന്ന് പറയുന്നത്. ഈ ബെയ്റൂട്ടിൽ തന്നെ ആയിരുന്നു ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരവും. ഈ അണ്ടർഗ്രൗണ്ട് മന്ദിരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഹസൻ നസറുള്ളയെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തതും. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ എപ്പോഴും ഈ ഒരു പ്രദേശത്തെ വളരെ ശക്തമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിരീക്ഷണത്തിൻ്റെതായിട്ടുള്ള ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഈ മേഖലയെ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ചുമ്മാ കയറി ഇസ്രായേൽ ആക്രമിക്കുകയല്ലായിരുന്നു. വ്യക്തമായ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അതിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ആക്രമണമാണ്. സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ 90 മിനിറ്റ് മുമ്പ് തന്നെ ഒരു ഇവാക്വേഷൻ വാണിംഗ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ വാണിങ്ങിന് ശേഷമാണ് ഇസ്രായേൽ ഈ മേഖലയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അറ്റാക്കുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ഞങ്ങൾക്ക് സമാധാനം തരാത്ത രീതിയിലുള്ള ശത്രുപാളയത്തിൽ എന്ത് ഒരു നീക്കം നടത്തിയാലും, ഏത് ഒരു ഇല അനങ്ങിയാൽ പോലും അത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് മറഞ്ഞിരിക്കത്തില്ല എന്നുള്ളതാണ്. അത് ബെയ്റൂട്ടിലായാലും ദമാസ്കസിലായാലും ഗാസയ്ക്കുള്ളിലായാലും ഇനി ടെഹ്റാനിലായാലും ശക്തമായ രീതിയിലുള്ള ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ സർവൈലൻസിന് കീഴിലാണ് ഈ രാജ്യങ്ങൾ എന്നുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ലോകത്തിന് ഇത് നൽകുന്നത്. ഏത് ചെറിയൊരു ഭീഷണിയെ പോലും അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഡിഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നടപടി എന്ന്. വളരെ വിജിലന്റ് ആണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ മുൻപോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതും പ്രയാസമുള്ളതുമാണെന്നുള്ള തിരിച്ചറിവ് ആ രാജ്യത്തെ കൂടുതൽ അഗ്രസീവും കൂടുതൽ ഇന്റലക്ച്വലി സെറ്റപ്പ് ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെയ്റൂട്ട് ഇനിയും ഇസ്രായേലിന്റെ ഒരു ആക്രമണ സ്പോട്ടായി മാറും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അറ്റാക്കിൽ ഏകദേശം 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിലിംഗ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ ഡീറ്റെയിൽസ് ലഭിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക. ഏതെങ്കിലും രീതിയിലുള്ള പക്ഷം ചാരിയുള്ള വാർത്തയല്ല, ഇത് സത്യസന്ധമായുള്ള ഒരു വാർത്ത. റോയിറ്റേഴ്സിന് ലഭിച്ചിരിക്കുന്ന ആ വാർത്തയുടെ വിശദാംശമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.